ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രവാചകന്റെ അവിഹിത ഗർഭത്തെ കുറിച്ചിട്ട് തന്നെയുള്ള നിലപാടുകൾക്കും ഉത്തരവുകൾക്കും മതവിധികൾക്കും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അപ്പോഴാണ് മഖ്ലൂക്കുകളുടെ, അതായത് അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ഗർഭത്തിൽ പുതിയ ഉത്തരവുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ മതപുരോഹിതർ. ഇപ്പൊ പ്രവാചകന്റെ മാതാവ് 2.5 വർഷത്തോളം ഗർഭം ചുമന്നു എന്നാണ് പൊതുവെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ അതുപോലെ ഇമാം മാലിക് ഒരു മദ്ഹബിന്റെ ഇമാമാണ്. അദ്ദേഹവും 2.5 വർഷക്കാലത്തിലേറെ മാതാവിന്റെ ഗർഭാശയത്തിൽ കിടന്നത്രേ. ഇപ്പോ ഇങ്ങനെയൊക്കെ ഈ മതപുരോഹിതർ പറയുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവ് അതല്ലെങ്കിൽ മുസ്ലിം പുരോഹിതൻ ഗൾഫിൽ പോയിട്ട് അയാൾ 3 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അയാളുടെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതിനു മുമ്പ് ഇതുപോലെയുള്ള ധാരാളം സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെ നമ്മൾ കണ്ടത് ഭർത്താവ് ഭാര്യയെ തൊലാക്ക് ചൊല്ലി വിവാഹബന്ധം ഒഴിവാക്കി വിടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്താണെന്നറിയില്ല. കാരണം ഇയാള് പോയി 2 വർഷം കഴിഞ്ഞിട്ടാണല്ലോ മടങ്ങി വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അയാൾക്ക് ഉറപ്പാണ് ഇത് അയാളുടെ കുട്ടിയല്ല എന്ന് ഉറപ്പാണ്. കാരണം അയാൾക്ക് ഉറപ്പാണ് ഇങ്ങനെ ഒരു കാര്യം അയാളെ കൊണ്ട് സംഭവിച്ചിട്ടില്ല എന്ന്. എന്നാലും ആകെയുള്ള ഒരു സമാധാനം എന്താണെന്നറിയാമോ? ഇപ്പോഴും ഇതൊക്കെ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയും അതിനെ വെള്ള പൂശി മൗലവിമാർ രംഗപ്രവേശം ചെയ്യുകയും ചെയ്യുന്നത് കാണുമ്പോഴാണ് വല്ലാത്ത തോലിക്കട്ടിയാണ് ഈ ഐറ്റങ്ങൾക്കെന്ന് മനസ്സിലാകുന്നത്. കാരണം അങ്ങനെ അവിഹിത ഗർഭത്തിന് ഇതിൽ പരം ഒരു നിർവചനം വേറെ ഉണ്ടാകില്ല. ഉസ്താദിന്റെ മതവിധി വിചിത്രമാണ്. ഒരാൾ ഗൾഫിൽ പോയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ പോലും അത് അയാളുടെ കുട്ടി തന്നെയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കണം. ഇപ്പോ 4 വർഷത്തോളം ഒരു ഉമ്മ ഗർഭം ധരിച്ച് 4 മക്കളെ പ്രസവിച്ച ഒരു കഥയും ഉസ്താദ് തന്നെ പറയുന്നുണ്ട്. ഇതുപോലെയുള്ള ഉസ്താദുമാരാണ് കേട്ടോ ആകെ നമുക്കൊരു സമാധാനമായിട്ടുള്ളത്. നോക്കാം. പല കേസുകൾ ഉണ്ടാകുന്നതിന്റെ പേരിൽ ഒരു ചങ്ങാതി 2 കൊല്ലം കഴിഞ്ഞ് അവന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് 2 കൊല്ലം ഗൾഫിലേക്ക് പോയിട്ടാ വരുന്നത്. ഗൾഫിലേക്ക് പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ ആ പെണ്ണിന് ഗർഭമുണ്ടായി എന്ന് വെച്ചോളൂ. ആ പെണ്ണിന് ഗർഭമുള്ളപ്പോ നമ്മൾ പെട്ടെന്ന് വിധി എഴുതും. എന്താ വിധി എഴുതുക? ഇവൻ പോയി വന്നതിന് ശേഷം ഇവൻ ബന്ധപ്പെടാതെ ഉണ്ടായ ഗർഭമാണെന്ന്. തീർത്തും അങ്ങനെ വിധി എഴുതാനൊന്നും നമുക്ക് കഴിയൂല. നമ്മൾ വിധി എഴുതാൻ കഴിയില്ല എന്ന് പറയുന്നത് അത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഗർഭപാത്രത്തിന്റെ അകത്ത് മുൻപേ ഗർഭമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഗർഭത്തിന്റെ അടയാളങ്ങളും ഗർഭമുണ്ടായെന്നതിന്റെ ചിഹ്നങ്ങളൊക്കെ മുമ്പ് തിരികലോ പരിശോധിച്ചാലും തിരികലോ അതിവൻ പോകുന്നതിന് മുൻപേ ഉണ്ടായിരുന്നെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞും ഗർഭം നിലനിൽക്കാം. ഇമാമുകൾക്കിടയിൽ അഷ്റഫുൽ ഖൽഖിന്റെ നേരിട്ട് വ്യക്തമായ ഹദീസ് ഈ കാര്യത്തിൽ കിട്ടാത്തതുകൊണ്ട് അനുഭവങ്ങളുടെയും മറ്റും വെളിച്ചത്തിൽ ഇമാമുകൾ ഇത് ചർവണം നടത്തിയിട്ട് അഭിപ്രായപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ഗർഭത്തിൽ ശിശുരുന്നതിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ഇമാമന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ 4 കൊല്ലം വരെ ഇരിക്കാം. 4 കൊല്ലം വരെ ഇരിക്കാം. മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് അതിനും അപ്പുറം ഇരിക്കാനാ. 4 കൊല്ലമല്ല, അതിനും അപ്പുറം ഇരിക്കാമെന്ന്. ആയിഷ റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു റിപ്പോർട്ട് കിട്ടി, 2 കൊല്ലത്തിലപ്പുറം ഒരു കുട്ടിയും ഗർഭത്തിൽ കിടക്കുകയില്ല എന്ന്. ബഹുമാനപ്പെട്ട അൽ വലീദ് ഇബ്നു മുസ്ലിം എന്ന മഹാൻ ഇമാം മാലിക് റളിയല്ലാഹു ജീവിച്ചിരിക്കുന്ന കാലമാണ് മദീനത്ത്. അവരോട് ചെന്ന് പറഞ്ഞു, ആയിഷ ബീവിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരപ്രകാരം 2 കൊല്ലത്തിനപ്പുറം ഒരു ഗർഭം കിടക്കൂല, 1 ഇഞ്ച് ഗർഭപാത്രത്തിൽ കിടക്കൂല എന്നുണ്ടല്ലോ. മാലിക് എന്നവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മൻ യഖൂലു ഹാദാ. ആരത് പറഞ്ഞത്? ഹാദിഹി ജാറത്തുനാ ഇംറാത്തു മുഹമ്മദ് ഇബ്നു ഇജ്ലാൻ. നമ്മുടെ അയൽവാസിനിയായ ഒരു പെണ്ണ്, നമ്മുടെ അടുത്ത് താമസിക്കുന്ന ഒരു പെണ്ണ്, മുഹമ്മദ് ഇബ്നു ഇജ്ലാൻ എന്നവരുടെ ഭാര്യ, തഹ്മിലു വതളഉ ഫീ 4 സിനീൻ. 4 കൊല്ലത്തിനകത്ത് ഗർഭം ചുമന്നിട്ടാണ് അവർ പ്രസവിച്ചത്. ഒരിക്കൽ മാത്രമല്ല, 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചത്. ഇംറാത്തു സിദ്ദിഖിൻ റജുലുഹാ റജുലു സിദ്ദിഖിൻ. നല്ല സത്യവതിയായ പെണ്ണാണ്, കള്ളം പറയില്ല. സത്യവതിയായ ആളാണ്, കള്ളം പറയില്ല. മുഹമ്മദ് ഇബ്നു ഇജ്ലാൻ എന്നവർക്കുള്ള
4 വർഷം. ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു തന്റെ അയൽവാസിയായി താമസിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് വിവരം പറയുമ്പോ ആ പെണ്ണിന്റെ മുഹമ്മദ് ബിൻ ഹിജ്ലാന്റെ ഭാര്യയുടെ ഈ 4 കൊല്ലത്തെ ഗർഭത്തിന് 12 കൊല്ലത്തിന്റെ പേരിൽ അവരെ പറ്റി ബഹുമാനപ്പെട്ട മുബാറക് എന്നവർ കുറിക്കുന്ന ഒരു വിവരമുണ്ട്. മഷ്ഹൂറുൻ ഇൻദന മുബാറക് ബിൻ മുജാഹിദ് എന്നവരുടെ പുത്രനാണ് മുബാറക്. അവർ വിവരിക്കുന്നു മഷ്ഹൂറുൻ ഇൻദന. ആകെ ഒരു സമാധാനമുള്ളത് ഇതുപോലെയൊക്കെയുള്ള ഉസ്താദുമാരുണ്ടല്ലോ, വലിയ അനുഗ്രഹമാണ് കേട്ടോ. കാരണം ഇനിയിപ്പോ ഭർത്താക്കന്മാര് ഗൾഫിലാണെങ്കിലും അവര് നാട്ടിൽ വരുന്നതിനോടകം 4 വർഷത്തിലൊക്കെ ഒരിക്കല് ഭാര്യമാര് പ്രസവിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഇതൊക്കെ വിശ്വസിക്കാനും ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് വിശ്വാസമാണ്. എന്തെന്നറിയാമോ? 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എന്തെഴുതിയാലും ഇവര് വിശ്വസിക്കും. ചന്ദ്രനെ പിളർത്തിയ പ്രവാചകൻ എന്തുകൊണ്ടാണ് സൂര്യനെ പിളർത്താൻ പോകാത്തത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊക്കെ പ്രഹരമാണ് കിട്ടിയത്. തിരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. അപ്പോ 4 വർഷത്തെ കഥയാണല്ലോ ഈ പറയുന്നത്. 4 വർഷത്തിൽ ഒരിക്കൽ ഭാര്യ പ്രസവിക്കുന്നു. എങ്ങനെയാണ്? ഈ 4 വർഷവും ഈ പെണ്ണ് ഗർഭിണിയാണ് എന്നാ ഉസ്താദ് പറയുന്നത്. ഇയാള് ഗൾഫിൽ പോകുന്ന സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ഭർത്താവ് തിരിച്ചു വരുന്നത് ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഭാര്യ ഗർഭിണിയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ഈ ഭർത്താവ് തന്നെയാണ് എന്നാണ് ഉസ്താദ് പറയുന്നത്. ഉസ്താദിന്റെ ഭാര്യ രക്ഷപ്പെട്ടു. അതുപോലെ അനേകായിരം ഉസ്താദുമാരുടെ ഭാര്യമാര് രക്ഷപ്പെട്ടു. മറിയം എന്ന പേരിൽ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഹാറൂൻ ഇവരുടെ ഒരു പൂർവികനാണ് മറിയത്തിന്റെ. അപ്പൊ അവരുടെ സഹോദരിയാണ് മറിയം എന്നാണ് ഖുർആൻ പറയുന്നത്. ഹാറൂന്റെ സഹോദരി മറിയം എന്ന്. ഈ മറിയം ഒരിക്കല് ഒരു കുന്നിൻ ചെരുവിലേക്ക് പോകുവാണ്, ഒരിടത്തൊന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പോയപ്പോൾ ഈ മറിയത്തിന്റെ അടുക്കല് ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, ഞാൻ ജിബ്രീലാണ്, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള മലക്കാണ്, നിങ്ങൾക്കൊരു കുട്ടിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനാണ് എന്റെ വരവ്. അപ്പൊ ഇവര് പറഞ്ഞു, ഞാനൊരു ദുർവൃത്തയായിട്ടുള്ള സ്ത്രീയല്ല, എന്നെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടുമില്ല. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, വിഷമിക്കണ്ട, നിന്റെ പടച്ച റബ്ബിന്റെ ദൈവിക വെളിപാടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ പടച്ച റബ്ബ് പറഞ്ഞാൽ പറഞ്ഞതാണ്, അതിനൊരു മാറ്റവുമില്ല. ആ അള്ളാഹു അങ്ങനെ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് നിനക്ക് ഈസ പ്രസവിച്ചാൽ മാത്രം മതി, കുട്ടിക്ക് പേരിട്ട് പോലും നീ ബുദ്ധിമുട്ടണ്ട, പേര് വരെ പഠിച്ചുകൊണ്ടിട്ടുണ്ട്. ഇവര് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുമായി ജനങ്ങളുടെ ഇടയ്ക്ക് വരുവാണ്. സ്വാഭാവികമായും ആളുകൾ പറയില്ലേ, മറിയമിനെ കെട്ടിച്ചിട്ടില്ല. പിന്നെ മറിയം കൊണ്ടുവന്ന കുട്ടിയുടെ ഉത്തരവാദി ആരാണെന്ന് ചോദിക്കില്ലേ? അപ്പൊ പറയാണ്, ആ തൊട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചാൽ മതിയെന്ന്, ആ കുട്ടി സംസാരിച്ചോളൂ എന്ന്. ഇത്രയുമൊക്കെ വിശ്വസിക്കാമെങ്കിൽ പിന്നെ ഇതും കൂടി വിശ്വസിക്കാൻ വല്ല പ്രയാസമുണ്ടോ? നിങ്ങളുടെയൊക്കെ കല്യാണം കഴിക്കാത്ത പെങ്ങന്മാരോ അതല്ലെങ്കിൽ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ നാളെ ഒരു കൈക്കുഞ്ഞുമായിട്ട് വന്നിട്ട് പറയാണ്, പടച്ചോൻ എനിക്ക് തന്ന സമ്മാനമാണെന്ന് പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഇതും നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയും. നന്ദി.